ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്താണ് നമ്മളിങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞ് പൂത്തുണ്ടെന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ പോയി കളയാമെന്ന് വിചാരിച്ച് നേരെ കണ്ണനൊക്കെ വിളിച്ചു. കിങ്ങിണിയൊക്കെ ഉണ്ട്, എല്ലാവരുമായിട്ട് നമ്മൾ കാറിന് പോകാമെന്ന് വിചാരിച്ചു. ഒരു ഉച്ചമുക്കാലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 4 പേരും കൂടെ കൂടിയാണ് പോയത്. നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് ആദ്യം പോയത്. നല്ല വിശപ്പായിരുന്നു. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നതാണ് കിങ്ങിണി. അതിൻ്റെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് തിന്നണേ. എനിക്ക് മാത്രം ഫുഡില്ല ഗൈസ്, ഞാനിന്ന് ഡയറ്റാണ്. മുട്ടയൊക്കെ ഉണ്ട് ഡയറ്റ്, എനിക്ക് മാത്രം ഡയറ്റാണ് ഗൈസ്, ഫുഡൊന്നുമില്ല. ഞാൻ പ്രോട്ടീനാണ് കഴിക്കുന്നത്. മുട്ട ഉള്ളി. കുറേ നേരത്തേക്ക് ഒന്നും തിന്നരുതെന്ന് പറഞ്ഞ് മേടിച്ചെന്നേക്കണത്. നല്ല നീക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര പിന്നെയും തുടർന്നു. അങ്ങനെ പോണ വഴിക്ക് കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. കാറ് നിർത്താനായിട്ട് കുറേ ട്രൈ ചെയ്തു, പക്ഷേ ഒരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നൈസായിട്ട് പയ്യെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ മുണ്ടക്കയം ആ സൈഡ് എത്തിയിട്ടുണ്ട്. ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. ശരിക്കും മേഘം താഴെ ആ ഒരു മലയിൽ മുട്ടി നിൽക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ ആ ഭാഗത്തേക്ക്. നമ്മൾ വിചാരിച്ച മേഘം നിൽക്കണത് കൊണ്ട് നിഴലായിരിക്കും എന്ന് വിചാരിച്ച, പിന്നെയാണ് മനസ്സിലായത് മഴക്കാറാണെന്ന്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല അടിപൊളി വൈബായിരുന്നു. വണ്ടിയിൽ എല്ലാവരും കൂടെ കൂടി ഒരു ട്രിപ്പ് നമ്മൾ ആദ്യമായിട്ട് പോയതാണ്. അപ്പം ഓരോ കാഴ്ചകളിങ്ങനെ കണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം അല്ലേ. അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം എത്താറായി. മുണ്ടക്കയൊക്കെ കഴിഞ്ഞ് കുട്ടിക്കാനൊക്കെ എത്താറായി. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ ഈ സൈഡിലൊരു വ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. മറ്റേ ഭയങ്കര സൺസെറ്റാണ് അത്, എന്തുട്ടാ മനസ്സിലാവുള്ള കൊള്ള അടിപൊളി. കോടയും കാറ്റും വേണം, അപ്പോഴത്തേക്ക് കോടയിൽ ഇറങ്ങി പോകാൻ പറ്റും. ഞങ്ങൾ കോട്ടപ്പാറയിലേന്നില്ലേ, അപ്പൊ ഈ സീനായിരുന്നു. താഴേക്ക് പോയില്ല, നല്ല കാര്യമല്ലേ. കോട വന്നു മക്കളെ, കോട വന്നു. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന പോലെ ഉണ്ടല്ലേ കോടയും മഴയൊക്കെ നമുക്ക് വേണ്ടിയാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത്. എന്നുവെച്ചാൽ നമ്മൾ വന്നെ ഇവിടെ മാത്രം ആയത്. എടാ പുറത്തടാ, നമ്മൾ താഴെ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. എന്നാലും കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലൊക്കെ നോക്കി കണ്ണറിയാൻ പറ്റല്ല. സ്വിച്ച് ഇടറ അമ്മാരെ. ശ്രദ്ധിക്ക്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഫാൽക്കൺ റോക്സിൻ്റെ അടുത്താണ് ഈ പറഞ്ഞ മേട്ടുക്കുറിഞ്ഞി അഥവാ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. മല ഒരു ഓൾമോസ്റ്റ് കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ചെറുതായിട്ട് കാണാനൊക്കെ പറ്റും. അങ്ങനെ ഇരുന്നും കിടന്നൊക്കെ ഒരു ഇത് ഇതിൻ്റെ മേളിലേക്ക് കയറി. എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് ഫുള്ള് നീലക്കുറിഞ്ഞിയാണ് കേസ്. നമ്മൾ വന്നപ്പോഴത്തേനും ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഈ മല മൊത്തം കയറിയില്ല, പകുതി വരെ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത്. നമ്മളൊക്കെ തള്ളവൈവായി കഴിച്ച് പറ്റണില്ല, അണച്ചുത്തി പണ്ടത്തെ പോലത്തെ സ്റ്റാമിനൊന്നും കിട്ടണില്ല. പിന്നെ കാണാനുള്ളൊരാഗ്രഹം കൊണ്ട് കയറി പോന്ന്. കണ്ണനാട്ടാ ആ നടന്ന് അങ്ങ് അറ്റം വരെ പോയി. ഇനി അവൻ്റെ കൂടെ എത്തണം. മേളിൽ അടിപൊളിയാന്നാണ് പറഞ്ഞത്. പോയോ. അപ്പോൾ ഇത് ഈ കാണാം കേട്ടോ, നമ്മൾ ആലുവയിൽ നിന്ന് വണ്ടി വിളിച്ച് കാണാൻ വന്ന മേട്ടുക്കുറിഞ്ഞി അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി എന്നൊക്കെ പറയണത്. ഇത് 12 വർഷം കൂടുമ്പോൾ പൂക്കണതല്ല, 7 വർഷം കൂടുമ്പോൾ പൂക്കണതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണാൻ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു പൂവിനേക്കാളും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിരുന്നു. ഒരു പ്രത്യേക വൈബായിരുന്നു അവിടെ നിൽക്കാനായിട്ട്.
പിന്നെ ആകെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ ചെടിയൊക്കെ പറിച്ച് നശിപ്പിക്കുന്നത് മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കാണാൻ വന്നതുപോലെ തന്നെയല്ലേ എല്ലാവരും കാണാൻ വരുന്നത്. അപ്പോൾ നശിപ്പിച്ച് കളഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമല്ലേ. അപ്പോൾ അതൊഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതുപോലെ തന്നെ അത് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു. സൂപ്പർ. ഇപ്പം തണുപ്പായല്ലേ. നമ്മൾ വന്നതിനേക്കാളും ഫുള്ള് കുടയായി. ഇവിടെ താഴെ മൊത്തം കുടയായി. ഞാൻ കാണിച്ചു തരാം. നമ്മൾ നടന്നു കയറി വന്ന വഴിയാണ് ഇത്. ഫുള്ള് കുടയായി. നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേ ശരിയാ, ക്യാമറയിൽ അധികം മനസ്സിലാവണില്ല. മുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങണത് കാണാനേ പറ്റണില്ല. കണ്ണനെ കാണാനില്ല. വരികയായിരിക്കും. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. കുറേ ആൾക്കാർ ഇത് നീലക്കുറിഞ്ഞി കാണാനും അതുപോലെ കോട അങ്ങനത്തെ ആസ്വദിക്കാനും കാര്യത്തിനൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ കാണിക്കുന്ന ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരൊക്കെ ഈ പൂ പറിച്ചുകൊണ്ട് പോകണം. ഈ പൂ പറിച്ചുകൊണ്ട് പോയിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ? എല്ലാവരുടെയും കയ്യിലുണ്ട്. ഒരു കെട്ട് പൂവെങ്കിലും എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. എൻ്റെ മോനെ കിട്ടില്ല. സെറ്റ് സ്വർഗം. നമ്മൾ നിൽക്കണത് എവിടെ? ആകാശത്താണോ ഭൂമിയിലാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോടും. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തത്. മറ്റേ എന്താ കണ്ണിന് മനസ്സിലാവില്ല നമ്മളെവിടെ നിൽക്കണത്. സെറ്റ് സ്ഥലം. ഞാനിപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം തന്നെ പറയാനുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ വന്ന് കണ്ടോളാം. എല്ലാ ആൾക്കാരും ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് ഇതെല്ലാം പറിച്ച് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണം താല്പര്യമുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് വരിക, എക്സ്പ്ലോർ ചെയ്യുക. ദൈവത്തോർത്ത് നിങ്ങളാരെങ്കിലും ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പറിച്ച് നശിപ്പിക്കരുത്. കാരണം നമ്മൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കാണാം. നാളെ വന്നവർക്കും കൂടെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ട് പോകണം. ചെറിയൊരു പാട്ടൊക്കെ വെച്ച് ചില്ലായിട്ടിരിക്കാം. നമുക്ക് പീസ്ഫുള്ളായിട്ടിരിക്കാം. സത്യമായിട്ട് ഞാൻ വിചാരിച്ച കാണാൻ പറ്റില്ലായിരിക്കും. ഇരുട്ടായി എത്തില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് കിടില്ല. മീൻസ് പൂ ആടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വരികയാണെങ്കിൽ പൂ കാണാൻ പറ്റും. ഇതാ വന്നതാണ് നമ്മുടെ കാണാണ്ട് പോയ ഡ്രൈവർ കണ്ണാപ്പി. അങ്ങനെ സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പോകുന്ന വഴിക്ക് മുണ്ടക്കയത്താണ് നന്ദൂടെ വീട്. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ കയറിയിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടേക്ക് നേരെ പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നന്ദുവിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ നമുക്ക് വേണ്ടി ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി വാള് വെച്ച് നശിച്ച് ഇരുന്നത് കാരണം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫുഡ് ഞാനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി കപ്പയും മീൻകറിയായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിശക്കുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അത് ഈ JBL സ്പീക്കർ കണ്ടത്. ഇത്ര വലിയ സ്പീക്കർ ഞാൻ JBL ആദ്യമായിട്ടാണ് കണ്ടത്. നിങ്ങളൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ വീട്ടിലുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ചെയ്യണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് നേരെ തിരിച്ചു പോന്നു. ആക്ച്വലി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര മെമ്മറബിളായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് പോകാം അല്ലേ.